ತದಿಗಿಣ ತಗಜನು ತದಿಗಿಣ ತಗಜನು ತರಿಗಿಟ ತದರಿನ ತದಿಂದಿಂದ ಆನಂದಂ ತಲವನಿ ತಲಪುಗ ಎದಲನು ಕಲುಪಗ ಮೊದಲಿಗ ಮೊದಲಿಗ ಮಲ್ಲಿಗೀತ ಗೋವಿದಂ ತದಿಗಿಣ ತಗಜನು ತದಿಗಿಣ ತಗಜನು ತರಿಗಿಟ ತದರಿನ ತದಿಂದಿಂದ ಆನಂದಂ. മോനെ കാർത്തി, എന്താ അച്ഛാ? മോനെ, നമ്മുടെ ധ്രുവിൻ്റെയും പല്ലുവിൻ്റെയും വലിയച്ഛൻ വരുന്ന കാര്യം എന്തായി? ആ അച്ഛാ, അവർ വരും, അവർ വൈകുന്നേരം ആകുമ്പോൾ തിത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എൻ്റെ ഹരി, നീ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അവർ സമയമാകുമ്പോൾ കൂടെ എത്തിക്കോളൂ. അതല്ലടാ, അവരും കൂടെ ഉണ്ടെങ്കിലേ കല്യാണം ഒന്ന് നന്നാവുള്ളൂ. അച്ഛൻ ഇങ്ങനെ തന്നെ നല്ല ടെൻഷനാണ്. ആമിൻ്റെയും കാർത്തിൻ്റെയും കല്യാണത്തിനും അങ്ങനെ തന്നെ ആയിരുന്നു. അമ്മാവൻ വരാത്തതിന് ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് അവരെ വലിയച്ഛൻ എത്തിക്കോളും. അച്ഛൻ അതൊന്നും ആവശ്യം ടെൻഷൻ അടിക്കണ്ട. അതുകൊണ്ടല്ല മക്കളെ, അവർക്ക് രണ്ടാൾക്കും സ്വന്തം എന്ന് പറയാൻ ആ വലിയച്ഛനല്ലേ ഉള്ളൂ. അപ്പോൾ അവരെ കല്യാണത്തിന് ആ വലിയച്ഛൻ വേണമെന്ന് അവരും ആഗ്രഹിക്കില്ലേ? അതുകൊണ്ടാണ് അച്ഛൻ ചോദിച്ചത്. അതൊന്നും ഓർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. അച്ഛനകത്തേക്ക് ചെല്ലേ, അതൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ആയിക്കോട്ടെ മക്കളെ. എന്താ വെച്ചാ, അല്ല, നിങ്ങൾ അവരെ വലിയച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഇനി അവർക്ക് വല്ല രീതികളോ കാര്യങ്ങളോ ഉണ്ടോ? നമുക്കതൊന്നും അറിയില്ലല്ലോ. അല്ല, നമ്മളതും കൂടെ നോക്കണ്ടേ? ആ അച്ഛാ, ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും രീതികളോ ഉണ്ടോയെന്നൊക്കെ. അപ്പോൾ അവരൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. പിന്നെ അവർ പക്കാ നോർത്ത് ഇന്ത്യൻസ് അല്ലല്ലോ, അവരിവിടുന്ന് അങ്ങോട്ട് താമസം മാറിപ്പോയ ആൾക്കാരല്ലേ. പിന്നെ അവർക്ക് ഫാമിലി പരമായിട്ട് എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ ഹൽദി, മെഹന്തി, സംഗീതം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെടും. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരിപ്പോൾ വന്നിട്ട് ചോദിച്ചു നോക്കാം. ആ, എന്തായാലും അവർ വന്നിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. ചിലപ്പോൾ അവർ വലിയച്ഛനെ നമ്മളോട് പറയാൻ വല്ല മടിയും കാണും. അതുകൊണ്ട് അവരുടെ ഏട്ടന്മാരോട് ചോദിച്ചാൽ മതി. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അവർ പറഞ്ഞോളൂ. എൻ്റെ ഹരി, നീ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങൾ തലയിൽ കൊടുക്കണ്ട. അതൊക്കെ അവരതിനനുസരിച്ച് ചെയ്തോളും. അതൊക്കെ പോട്ടെ, കുര്യൻ എവിടെ? അവനല്ലേ വരുമെന്ന് പറഞ്ഞത്. അവന് റോയിന് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മനും വന്നിട്ടില്ല. അവരിനി കല്യാണത്തിലേക്ക് എത്തൂലേ? ആ, അവർ വരും. അവരെ വിളിക്കാൻ വേണ്ടി കാര്യസ്ഥനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ, അവരിങ്ങോട്ട് വരട്ടെ. കൊടുക്കണ്ട് രണ്ടെണ്ണത്തിനും. 3-4 ദിവസം മുന്നേ വരും എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പോഴാണ് കെട്ടിയെടുക്കുന്നത്. എടാ, അവർക്ക് അവിടെ വല്ല അത്യാവശ്യം ഉണ്ടായി കാണും. അതുകൊണ്ടായിരിക്കും. എല്ലാം നിർത്തി അവരിപ്പോൾ ഇങ്ങോട്ട് വരില്ലേ. മക്കളെല്ലാം ഏൽപ്പിച്ച് വരുമ്പം അവർക്ക് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ടാവും. എടാ കൃഷ്ണ, ഹരി, ഞാൻ വന്നടാ. എൻ്റെ പൊന്നപ്പ, നിങ്ങൾ ഓടണ്ട. അവൻ അവിടെ തന്നെ കാണും. ഈ വയ്യാത്ത കാലം വെച്ച് ഓടണോ? ഒന്ന് പോടാ. നിന്നെക്കാളും ആരോഗ്യം എൻ്റെ കയ്യും കാലിനും. എടാ കുര്യാ, കണ്ടിട്ട് എത്ര കാലായടാ. നിനക്ക് ഒരു മാറ്റമില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു മാറ്റമില്ല. ഇപ്പോഴും നമ്മളാ കോളേജത്തെ പോലെ തന്നെ നമ്മളെപ്പോഴും കാണാൻ. അയ്യോ, കോളേജത്തെ പോലെ തന്നെ. പിന്നെ മധുര 17 അതെ, നിങ്ങളുടെ കൊച്ചുമക്കളെ കല്യാണം അവിടെ നടക്കുന്നത്. ആ വല്ല ബോധമുണ്ടോ? നീ പോടാ, അസൂയക്കാരങ്ങനെ പലതും പറയും. നമ്മളിപ്പോഴും ചെറുപ്പം തന്നെയാടാ. അതേടാ, നമ്മൾ ചെറുപ്പം തന്നെ. അതെ, 80കളിലുള്ള ചെറുപ്പം. നീ പോടാ, നിനക്ക് അങ്ങനെ പലതും പറയും. അസൂയ നിനക്കൊക്കെ. ഹരി, കൃഷ്ണ, ഞാൻ എൻ്റെ US, UK ഒക്കെ നിർത്തിയിട്ടാണ് വന്നത്. നമുക്ക് ഇവന്മാരെ കല്യാണം കഴിഞ്ഞിട്ട് ഗോവയിലേക്ക് ഒരു ട്രിപ്പ് അടിക്കണം. എങ്ങോട്ട് പോകണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്? റോയ്, അപ്പൻ എങ്ങോട്ട് പോകണമെന്നാണ് പറഞ്ഞത്? എൻ്റെ അമ്മേ, ഞാൻ ഗോവ തൊട്ട് കാശ്മീർ വരെ, പിന്നെ അവിടുന്ന് കന്യാകുമാരി, അങ്ങനെ ഒരു തീർത്ഥയാത്രയെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ആ, അങ്ങനെ വല്ല നല്ല കാര്യം പറയും. അല്ല, മറ്റവരൊക്കെ എവിടെ? അവരൊക്കെ അകത്തുള്ള. നീ അങ്ങോട്ട് ചെല്ല്. തലനാരൊക്കെ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവിടെ എന്നെ കൊന്നേനെ. ഡാ, ഓ, നിനക്ക് ഇപ്പോഴൊക്കെ വരാൻ തോന്നിയല്ലോ അല്ലേ? കല്യാണമായിട്ട് ഇപ്പോഴാണ് കെട്ടിയെടുക്കുന്നത്. എടാ പിണങ്ങാതടാ, ഞങ്ങൾ നേരത്തെ വരണമെന്ന് വിചാരിച്ചതാ. പിന്നെ ചെറിയൊരു കല്യാണം കൂടേണ്ടി വന്നു, അതാണ്. ആരെ കല്യാണം? എൻ്റെ മോൻ്റെ കല്യാണം. അവൻ്റെ കല്യാണം കഴിഞ്ഞോ? എന്നിട്ട് നീ എന്താ ഞങ്ങളോട് പറയുന്നേ? എടാ, അപ്പനായ ഞാൻ തന്നെ അറിഞ്ഞത് അവൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഒരു ദിവസം രാവിലെ ഞാൻ ഡോറ് തുറന്ന് നോക്കുമ്പോണ്ട് മുറ്റത്തൊരു മൈന എന്ന് പറഞ്ഞ മതി അവനും ഏതോ ഒരു മദാമി. ചോദിച്ചോ പറഞ്ഞ് അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നതും കല്യാണം കഴിഞ്ഞു. പിന്നെ അവനൊക്കെ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും നോക്കി ആ കല്യാണങ്ങൾ ബാക്കി നടത്തി കൊടുക്കുകയും ചെയ്തു. അല്ല, എന്നിട്ട് അവരൊക്കെ കൂടെ അവർ ഹണിമൂണിന് പോയി.
എല്ലാം ഷടപടേന്നായിരുന്നേ. ആ ബെസ്റ്റ്. അല്ല അനു ലീ എവിടെ? ആ അവരമ്മച്ചിൻ്റെ കൂടെ അകത്തേക്ക് പോയിട്ടുണ്ട്. എന്നാൽ പിന്നെ നിങ്ങളും വാ, വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് കയറി. എടാ റോയ്, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? സഞ്ജീവ്, ബെന്നി, അരുണൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ സഞ്ജീവും അരുണും അവരെ വല്യച്ഛൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ശേഖറിൻ്റെ കൂടെ. പിന്നെ ബെന്നി വരില്ലടാ, അവൻ്റെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞ് നിൽക്കല്ലേ. ആ അത് അവന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ മറന്നുപോയി. അവരുടെ ഡെലിവറി ഡേറ്റ് എന്നുള്ളതും അപ്പോൾ കല്യാണത്തിന് വരാൻ കഴിയില്ല എന്നുള്ളതും. അല്ല പിള്ളേരൊക്കെ ഇവിടെ? ആ പിള്ളേർ സെറ്റൊക്കെ മുകളിലുണ്ട്. ഇതേ പിള്ളേരെ, നിങ്ങൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? പെട്ടെന്ന് എന്തെങ്കിലും തീർക്കാണെങ്കിൽ പെട്ടെന്ന് തീർത്തോ. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ. പിന്നെ കാര്യസ്ഥൻ്റെ മക്കൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ മെഹന്തി ഇടാൻ വേണ്ടി വരും കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ കാര്യസ്ഥൻ്റെ കയ്യിൽ ലിസ്റ്റ് കൊടുത്താൽ മതി. പൂവും കാര്യങ്ങളൊന്നും ആലോചിച്ച് പേടിക്കണം, അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇല്ല അമ്മ, ഞങ്ങളൊക്കെ അവിടെ നിന്ന് വരുമ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ എന്നാൽ പിന്നെ വേഗം റെഡി ആയിക്കോ. അവർ വരുമ്പോൾ വെറുതെ അവരെ കാത്തു നിർത്തിക്കണ്ട. ലിയ, അനു, എടി എത്ര ആയി കണ്ടിട്ട്? എടി ഇപ്പോഴാണ് കല്യാണത്തിന് വരുന്നത്? ഒന്നും പറയണ്ട മോളെ, നേരത്തെ കാലത്ത് വരണം എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ സൽപുത്രനൊരു കല്യാണം കഴിച്ചു. അതെന്താ സംഭവം? ആ ബെസ്റ്റ്. അല്ല എന്നിട്ട് അവരൊക്കെ ഇവിടെ? ആ അവനും അവളും കൂടി ഹണിമൂണിന് പോയി. അപ്പം അനു നിൻ്റെ മോളോ? ആ അവളും ജെസി ചേച്ചിയൊക്കെ ചിലപ്പോൾ കല്യാണം ആകുമ്പോഴത്തെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പെട്ടെന്ന് അവിടെ നിന്ന് ഇട്ടുറങ്ങിച്ച് വന്നാൽ ശരിയാവില്ലല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നിർത്തി പോകുന്നതും അല്ലേ. അപ്പോൾ അവരെ കുറേ കാര്യം ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ചിലപ്പം കല്യാണം ആകുമ്പോഴത്തേനൊക്കെ എത്തുമായിരിക്കും. അല്ല ആൻറ്റി വന്നിട്ടില്ലേ? ആ അമ്മച്ചി നിങ്ങൾ അമ്മൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ദേവി കിടക്കുകയാണോ നീ? ആ അല്ലടി, വാടി കയറി വാ. എൻ്റെ മേരിയെ, കൊച്ചുമക്കളാ കല്യാണം ഇപ്പോഴാണോ വരുന്നത്? ആരാന്ന് മനസ്സിലായോ? ഇതുണ്ടല്ലോ കാർത്തിൻ്റെ ഫ്രണ്ടില്ലേ റോയ്, ആ അവരെ അമ്മാണത്. ആ ആ ആ മനസ്സിലായി. ആ നിങ്ങളിവിടെ അല്ലായിരുന്നല്ലോ? അല്ല, ഞങ്ങൾ യു കെയിലായിരുന്നു, ഇപ്പം വന്നതാ. ആ ലച്ചോ, നിനക്ക് പിന്നെ എങ്ങനെയുണ്ട്, സുഖമല്ലേ? ഓ ഞാൻ സുഖമായിട്ടിരിക്കുന്നടി. നിനക്കോ? ആ കുഴപ്പമൊന്നുമില്ല, പ്രായത്തിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അല്ല നീ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണമൊക്കെ വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഒന്നും വേണ്ട. എന്നാൽ പിന്നെ നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വരല്ലേ, കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. വൈകുന്നേരം എന്തൊക്കെ പരിപാടികളുണ്ടെന്നല്ലേ പറഞ്ഞത്. ആ എന്നാൽ പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുത്തോ. വൈകുന്നേരം അയക്കാനേ പിന്നെ ഒന്നിനൊരു ഒഴിവുണ്ടാവില്ല. അതെ ചേച്ചിമാരെ, അമ്മ പറഞ്ഞു മെഹന്തി ഇടാൻ വേണ്ടി അവർ വന്നിട്ടുണ്ട് നമ്മളോട് താഴോട്ടേക്ക് ചെല്ലാനേ. അല്ല അവരിങ്ങോട്ടേക്ക് വരില്ലേ, നമ്മൾ അങ്ങോട്ടേക്ക് പോകണോ? വേണ്ട തനു, അവരിങ്ങോട്ടേക്ക് വരുത്തണ്ട, നമുക്ക് താഴോട്ട് പോകണതാണ് നല്ലത്. എടാ എന്നാൽ നിങ്ങൾ താഴോട്ടേക്ക് ചെല്ലും, ഞങ്ങളിപ്പം വരാം. റുബി, നീ വല്യച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു? ആ വിളിച്ചിട്ടുണ്ടായിരുന്നു, വല്യച്ഛൻ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ഈ കല്യാണം നടക്കുമെന്ന് തോന്നണില്ല. അതെന്താ? എടാ എനിക്ക് മഞ്ഞപ്പിത്തം മുടിച്ചെന്ന് തോന്നുന്നത്. എനിക്ക് നിങ്ങളൊക്കെ മഞ്ഞയായിട്ടാണ് കാണുന്നത്. എടാ മറിയോന്തേ, മഞ്ഞ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അവൻ്റെ ഒരു മഞ്ഞപ്പിത്തോ? ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാത്രം. ഓ യാ, ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എനിക്ക് മഞ്ഞപ്പിത്തം മുടിച്ചു എന്ന്. ഓ വിവരദോഷി. എടാ നിങ്ങൾക്കാർക്കും ടെൻഷനൊന്നുമില്ലേ? എന്തിന്? എടാ കല്യാണല്ലേ. കല്യാണല്ലേ, അല്ലാതെ യുദ്ധമൊന്നുമല്ലല്ലോ. ഓ നിന്നോടൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്കാണ് ഇവിടെ ടെൻഷൻ അടിച്ചിട്ട് വയറിളക്കം പിടിച്ച്. അയ്യേ മാറിയിട്ട് വയ്യ. ഒന്ന് പോടാ, ഞാൻ കാര്യം പറയാം. എടാ പേടിക്കണ്ട, മഞ്ഞ കളറിലെ ഡ്രസ്സ്, അതുകൊണ്ട് അത്ര സീനൊന്നും ഉണ്ടാവില്ല. എടാ ഞാൻ അതല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എടാ ഇതിലിപ്പോൾ ടെൻഷൻ ആവാൻ മാത്രം എന്താണുള്ളത്? ലോകത്ത് കല്യാണം കഴിക്കുന്ന ആദ്യത്തെ ആൾക്കാരാണ് നമ്മൾ. എടാ ഈ കല്യാണം കഴിക്കുന്നതിന് അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓഹോ അതാണോ നിനക്ക് ടെൻഷൻ? ഞാനൊക്കെ അതാലോചിച്ച് ത്രില്ലടിക്കാൻ കുറേ നേരമായി. എൻ്റെ വിച്ച, നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലടാ. सारा शहर आज हो गई अबे रब दी महल हाय सजया बे. ആ ശേഖർ, നിങ്ങൾ എത്തിയല്ലോ. ഇവിടെ അച്ഛനും മക്കളൊക്കെ ചോദിച്ചതിമേലെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എപ്പോഴാണ് വരിക എന്നുള്ളത്.
അല്ല യാത്രക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ? ഏയ് യാത്രക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ സ്റ്റേഷനിൽ കാര്യസ്ഥനും ഉണ്ടായിരുന്നു. എന്നാൽ പോലെ നിങ്ങൾ വന്ന കാലം നിൽക്കാതെ ഭാഗത്തേക്ക് കയറി. മക്കളെ അകത്തേക്ക് കയറി. മോളെ ഈ പൂവൊന്ന് അങ്ങോട്ട് വെച്ചേക്കട്ടോ. ആ അമ്മ തന്നേക്കാം. ഹലോ അളിയൻസ്, എന്താണ് വാപ്പൊളിച്ച് നോക്കി നിൽക്കുന്നത്? അല്ല അതൊന്നുമില്ല. എടാ അവരാരക്കാടാ? ആ തോന്നി പായി നോക്കി നിൽക്കുന്നത് കണ്ടപ്പോളേ. എന്താണല്ലേ ഒന്ന് പോലീസുകാരനാ, മറ്റേ 2 മാഫിയകളും. പറഞ്ഞിട്ടെന്താ കാര്യം? ഈ മാഫിയയിലും കോഴികളൊക്കെ ഉണ്ടല്ലേ. നിങ്ങൾ കളിക്കാതെ അവരാരക്കാന്ന് പറ. ഇല്ലെങ്കിൽ എടാ ഞങ്ങളോടൊക്കെ മര്യാദയ്ക്ക് തന്നെ നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ നിനക്കൊക്കെ കൊള്ളും. ആഹാ എന്നൊന്ന് കാണണമല്ലോ. കാണിച്ചു തരാം. സമയവും സന്ദർഭവും ഒത്തുതല്ലേ നിനക്കൊക്കെ ഉള്ള ഞങ്ങൾ തരുന്നുണ്ട്. നിനക്കൊക്കെ എന്താണ് അവരെ കാണുമ്പോൾ തുടങ്ങല്ലോ നിനക്കൊക്കെ ചൊറിയാൻ? ഉണ്ടാവും. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഉണ്ടല്ലോ, പിന്നെ ഞങ്ങളെ അവളുമാരെ കാണാനോ മിണ്ടാനോ സംസാരിക്കാനോ ഒന്നിനും അവർ സമ്മതിച്ചിട്ടില്ല. എല്ലാം കല്യാണത്തിന് ശേഷം മതിയെന്നും പറഞ്ഞിട്ട് ഒന്ന് വിളിക്കാൻ പോലും അതുപോലെ സമ്മതിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾ എന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പണി. കിട്ടിയ അവസരം ഞങ്ങളത് പാഴാക്കൂല. അതിനിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിൻ്റെ ഒക്കെ കയ്യിരിപ്പോണ്ട് കിട്ടിയ അങ്ങനെ സ്ഥാനത്ത് ഏത് ഏട്ടന്മാരല്ല അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. അല്ല അതെന്താ പ്രശ്നം? അത് നീ അറിഞ്ഞിട്ടില്ലേനും? ഒരു ദിവസം ഉണ്ടല്ലോ ധ്രുവിനെയും പല്ലുവിനെയും കാണാൻ ഇവർ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവന്മാർ അറിയാതെ സ്വഭാവം. അപ്പോൾ അത് അവർ കൈയോടെ പൊക്കി. അതിന് ശേഷം പറഞ്ഞു ഇനി ഇതൊന്നും നടക്കൂല, എല്ലാം കല്യാണത്തിന് ശേഷം നിങ്ങൾ ഇനി കാണലും മിണ്ടലൊക്കെ കല്യാണത്തിന് ശേഷം മതിയെന്ന്. അതിനവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ കൺട്രോൾ വേണം. ഏട്ടാ അതിന് ഞാനല്ല വിച്ചുവാണ്. സ്വാഭാവികം, അതങ്ങനെ വരും. എന്നോട് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം, താൻ എന്താടോ കഴിക്കുന്നത്? തനിക്ക് എന്താടോ പ്രശ്നം? അല്ല ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അവർ തരുന്ന പണി വാങ്ങിക്കോളണ്ടി. അല്ല അത് നീ എന്തിനാ അവരെ പോയിട്ട് ചൊറിഞ്ഞത്? അല്ല ഏതായാലും ഇവരൊക്കെ ചൊറിയല്ലേ, അപ്പോൾ കൂടെ കമ്പനിക്കും കൂടി നിൽക്കാമെന്ന് വിചാരിച്ചു. എന്നാലേ പണി കിട്ടുമ്പോൾ കമ്പനിക്ക് അതും കൂടി വാങ്ങിക്കോളണ്ടി. പിന്നെ അവർ പണിയൊന്നും തരൂല, അവരത് ചുമ്മാ പറഞ്ഞതാ. സഞ്ജീവ്, ഞാൻ അശോകിൻ്റെ കാര്യം അവരോട് പറയണോ? എന്തിന്? അതൊന്നും വേണ്ട. എൻ്റെ ശേഖർ നിനക്ക് എന്തിൻ്റെ കേടാ? അവരെല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണ്. വെറുതെ അവൻ്റെ കാര്യം പറഞ്ഞ് അവരുള്ള സന്തോഷം കൂടി കളയണ്ട. എടാ അങ്ങനെയല്ലടാ, അച്ഛൻ ജീവിച്ചിരിക്കെ അച്ഛനല്ലേ അവരെ കൈപിടിച്ച് ഏൽപ്പിക്കണ്ടേ? അപ്പം പിന്നെ ഞാനെങ്ങനാടാ? എന്തിന്? അതൊന്നും ആവശ്യമില്ല. ജനിപ്പിച്ചതുകൊണ്ട് മാത്രം ആരും അച്ഛനാവൂല. എന്തായാലും അവർക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് നീയാണ്. അവർ കണ്ടതും നിന്നെ തന്നെയല്ലേ. അപ്പോൾ അത് മതി. നീ തന്നെ അവരെ കൈപിടിച്ച് ഏൽപ്പിച്ചാൽ മതി. എന്തിനാണ് വെറുതെ അവരെ സന്തോഷം കളഞ്ഞ് ഓരോന്നും പറഞ്ഞ് നീ പോണത്? നീയും അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഇപ്പം അവരെ കല്യാണമല്ലേ, നമുക്കത് മാക്സിമം എൻജോയ് ചെയ്യാം, അത്ര തന്നെ. ഹലോ എടാ ഋതി, നീ എപ്പോൾ എത്തും? എനിക്ക് അറിയില്ല ഏട്ടാ, ഇതുവരെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. നീ അത് കഴിയാൻ നിൽക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പം തന്നെ പുറപ്പെട്ടോ. എന്നാലേ രാത്രി ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. നാളെ കല്യാണമല്ലേ, നീ ഇനി എത്തിയിട്ടില്ലെങ്കിലോ ഉണ്ണിക്ക് ഭയങ്കര സങ്കടമാവും. ഏട്ടാ ഞാൻ ഇപ്പം തന്നെ പുറപ്പെടാം. എടാ നിനക്ക് ബുദ്ധിമുട്ടായോ അവിടെ നിൽക്കാൻ പറഞ്ഞതിൽ? എന്തിനേട്ടാ, ഞാൻ തന്നെയല്ലേ പറഞ്ഞു ഇവിടെ നിന്നോളാന്നുള്ളത്. നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടല്ലേ. പിന്നെ ഉണ്ണിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവനും പ്രശ്നമൊന്നുമില്ല. അവിടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നിങ്ങളുണ്ടല്ലോ, പിന്നെന്താ. ഞാൻ എന്തായാലും ഏട്ടൻ പറഞ്ഞാൽ മതി, ഇപ്പം തന്നെ പുറപ്പെടാം. അതാകുമ്പോൾ രാത്രി എനിക്ക് എത്താലോ. ഓക്കെ. നോക്ക്, എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, നീ ഞങ്ങളെ വിളിച്ചോളണ്ടി. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ വരട്ടോ. എന്നാൽ ശരി.
ഇതൊക്കെ എന്താണെന്നറിയോ? ആ അറിയോന്നോ? നീ എൻ്റെ നെറ്റിമലി അടയാളം കണ്ടോ? കാർത്തിൻ്റെയും ആമിൻ്റെയും കല്യാണത്തിൻ്റെ സംഗീതത്തിന് കിട്ടിയ സ്മാരകമാണത്. അയ്യോ ഓർമ്മിപ്പിക്കല എൻ്റെ കുരിയാ. ഓ എങ്ങനെ ആ പ്രശ്നമൊക്കെ സോൾവ് ആക്കി ഞങ്ങൾക്കേ അറിയും. സത്യം അന്ന് ആദ്യമായിട്ട് എൻ്റെ ദേവിനെ ഞാൻ മൂതേരിയായിട്ട് കണ്ടത്. വെറുതെ ഒന്നല്ലോ, നിങ്ങളൊക്കെ കയ്യിലിരിക്കൊണ്ടതല്ലേ. അതെന്താ റോയ് ചാച്ച സംഭവിച്ചത്? അതൊന്നുമില്ല മക്കളെ, ഇവരെ കയ്യിലിരിപ്പോണ്ട് ഇവർക്ക് കിട്ടി, അത്ര തന്നെ ഉള്ളൂ. ഒന്ന് ഓടാ, അതൊന്നല്ല. ഈ കുരുത്തങ്ങട്ട ഞാൻ പലതും പറയും. മക്കളതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട കേട്ടോ. നീ അങ്ങോട്ട് ചെല്ല്, നിന്നെ കാർത്തി കുറേ നേരം വിളിക്കുന്നുണ്ട്. എക്സ്ക്യൂസ് മീ. അമ്മോ അഞ്ചു, നിങ്ങളെ മൂന്നാളെ നിങ്ങളുടെ അച്ഛൻ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ല്. എടാ നിനക്ക് എന്താടാ, ഞങ്ങളൊന്ന് എങ്ങനെയെങ്കിലും അവരോട് പരിചയപ്പെടാ വെച്ചാൽ അപ്പം അവൻ കയറി പോകും. മൂന്നെണ്ണോ നിങ്ങൾക്ക് മൂന്നെണ്ണത്തിനല്ല ഞങ്ങളെ കാണുമ്പോൾ അത്ര വലിയ കണ്ണക്കടി. എന്താണെന്ന് അറിയില്ല, എന്നാ ഓർമ്മിപ്പിച്ച് തരണോ? 6 മാസമാണ് അവരെ കാണാനോ സംസാരിക്കാനോ സമ്മതിക്കാതെ നിങ്ങൾ ഞങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തത്. വെറുതെ ഒന്നല്ലോ, നിൻ്റെയൊക്കെ കയ്യിലിരിപ്പോളന്നല്ലേ. അപ്പം നിനക്കൊക്കെ അതന്നെ വേണമായിരുന്നു. ഞങ്ങളുടെ പെങ്ങന്മാരെ കാര്യത്തിൽ നിന്നൊന്നും ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ആഹാ, അങ്ങനെയാണെങ്കിലേ അവർ മൂന്നാളും ഞങ്ങളെ പെങ്ങന്മാരെ പോലെ, അതുകൊണ്ട് അവരെ കാര്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല. അല്ലെങ്കിൽ തന്നെ ഇവരെന്ത് ധൈര്യത്തിൽ അവർക്ക് കെട്ടിച്ചു കൊടുക്കുക? അതന്നെ, ഒരു പൊട്ടൻ പോലീസും 2 തൊട്ടി മാഫിയും. എടാ കളിക്കല്ലേ, നിനക്ക് ഞങ്ങളുടെ പവർ അറിഞ്ഞൂടാ. ആഹാ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെയും ശരിക്കും അറിഞ്ഞൂടാ. അല്ലടാ, നിന്നോട് ഞാൻ അറിയാൻ മേലാത്തോന്ന് ചോദിക്കുക. ഇവരെ രണ്ടാളെ കാര്യം ഓക്കെ, നീ ഇതെന്ത് കണ്ടിട്ടാണ് ഞങ്ങളോട് ചോദിക്കാൻ വരുന്നത്? അത് പിന്നെ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ നോക്കി നിൽക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി, ഞാൻ അങ്ങനെ നോക്കി നിൽക്കില്ല. ഇവന്മാർക്ക് ഒരു പ്രശ്നം വന്നാൽ അത് എനിക്ക് വന്നതുപോലെ ആണല്ലോ. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന പണിൻ്റെ ഷെയർ നീയും കൂടി വാങ്ങിക്കൊള്ളണ്ടി. എടാ, ഇനി അവർ പറഞ്ഞ മാതിരി ശരിക്കും പണി തരുമോ? ഒന്ന് പോണ, കല്യാണം കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോയി, ഇവ എന്ത് പണി തരാനാ? പരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മക്കളൊക്കെ പോയി കിടന്നോളൂ, നാളെ നേരത്തെ എഴുന്നേക്കാനുള്ളതാണ്. ਅੱਜ ਦਿਨ ਚੜਿਆ ਤੇਰੇ ਨਾਮ ਦਾ ਵੇ, ਅੱਜ ਸਜਿਆ ਏ ਵੇ ਸਾਰਾ ਸ਼ਹਿਰ, ਅੱਜ ਹੋ ਗਈ ਆਵੇ ਰੱਬ ਦੀ ਮਹਿਰ, ਹਾਏ ਸਜਿਆ ਏ ਵੇ ਸਾਰਾ ਸ਼ਹਿਰ, ਅੱਜ ਹੋ ਗਈ ਆਵੇ ਰੱਬ ਦੀ ਮਹਿਰ, ਚਿੱਟਾ ਕੁੱਕੜ ਬਣੇ ਰੇ ਤੇ, चिट्टा कुक्कड़ बने रहते, काश में दुपट्टे वाली मुंडा सदके तेरे, काश में दुपट्टे वाली. അതെ, സമയമായി, അവരങ്ങോട്ടേക്ക് വിളിച്ചോ. चिट्टा कुक्कड़ बने रहते, चिट्टा कुक्कड़ बने रहते, काश में दुपट्टे वाली मुंडा सदके तेरे, काश में दुपट्टे वाली मुंडा सदके. നിങ്ങളോടത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരച്ഛൻ്റെ വിഷമമാണ്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പ്രാണനാണ് എൻ്റെ മക്കൾ. ഇന്നേ വരെ അവരെ ഞാൻ കരയിപ്പിച്ചിട്ടില്ല. നിങ്ങളെ കയ്യിലേക്ക് അവരെ ഏൽപ്പിക്കുമ്പോൾ എനിക്കറിയാം എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾ അവരെ നോക്കുന്നുള്ളത്. എന്നാലും ഞാൻ എൻ്റെ അപ്പേട്ടാ, നിങ്ങളിപ്പോൾ ഓരോന്ന് പറഞ്ഞാൽ അവരെയും കൂടി കരയിപ്പിക്കുമോ? മക്കളെ, നിങ്ങളത് കാര്യമാക്കണ്ട. ഏയ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അമ്മാമ്മയ്ക്ക് അറിയാമല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവരെത്രമാത്രം ഇഷ്ടമാണെന്നുള്ളത്. അവരൊരിക്കലും ഞങ്ങൾ കാരണം കരയില്ല. അതെ അങ്കിൾ, ഒരിക്കലും അവരെ ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചത് തെറ്റായി പോയെന്ന് അങ്കിളിന് തോന്നില്ല. അങ്ങനൊരു അവസരം ഞങ്ങൾ വരുത്തില്ല. മോനെ ഉണ്ണി, ഞാനിപ്പോൾ എന്താ പറയണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. ഞാൻ പറയുന്ന മോനക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ? എൻ്റെ അമ്മാവൻ എന്തിനെങ്ങനെ മുഖവരേണ്ട ആവശ്യം? അമ്മാവനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഇഷുവിനെ പൊന്നു പോലെ നോക്കും. എൻ്റെ ഏട്ടന് ഇതിൽ ടെൻഷൻ ആവേണ്ട ആവശ്യം എന്തായിരിക്കുന്നത്? അവന് ചെറുപ്പം തൊട്ടേ അറിയുന്നവരല്ലേ, പിന്നെ എന്തിനത്ര ടെൻഷൻ്റെ ആവശ്യം?
അതന്നെ ഏട്ടാ ഏട്ടത്തി, എൻ്റെ മോനെ നിങ്ങളെ മോളെ പൊന്നു പോലെ നോക്കും, ആ ഉറപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് തരാം. അയ്യോ അതിന് ഞങ്ങൾക്ക് അവളെ കാര്യം ആലോചിച്ചിട്ടുള്ള ടെൻഷൻ, ഇവൻ്റെ കാര്യം ആലോചിച്ചിട്ടുള്ള ടെൻഷൻ. എൻ്റെ പൊന്നുണ്ണി നിനക്ക് അറിയാലോ അതിന് ഒരരപ്പിക്ക് ലൂസാണ് അത്. അതിനെങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. എൻ്റെ മക്കളെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്നറിയോ. എനിക്കറിയാം ഒരു നന്ദി പറച്ചിൽ കൊണ്ടൊന്നും തീരാവുന്നതല്ല നിങ്ങളോടുള്ള കടപ്പാട് എന്നുള്ളത്. അത്രമാത്രം നിങ്ങൾ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങളെ മക്കളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരെങ്ങനെ എനിക്ക് കാണാൻ പോലും പറ്റില്ലായിരുന്നു. ഏയ് ശേഖർ, എന്തിനാണ് ഇങ്ങനെ നന്ദി പറഞ്ഞിട്ടും ഇതിനൊക്കെ ഫോർമാലിറ്റീസിൻ്റെ ആവശ്യം എന്താ? ഞങ്ങൾക്ക് ധ്രുവയും പല്ലും ഞങ്ങളുടെ മക്കളെ പോലാണ്. ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തതാണ് അവർക്ക് അച്ഛനമ്മമാരായിട്ട് ഞങ്ങൾ ഉണ്ടാവുന്നുള്ളത്. ആ വാക്ക് ഞങ്ങൾ പാലിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനിങ്ങനെ താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ശേഖർ, അശോകൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. സാവധാനം സമയം പോലെ ഞങ്ങളത് അവളോട് പറഞ്ഞോളാം. എൻ്റെ കുട്ടിക്കുടുംബന്മാരാകെ വളർന്ന് വലുതായി ഇപ്പോൾ കല്യാണവും കഴിച്ച്. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാണ് നിങ്ങളങ്ങനെ കാണുമ്പോൾ. സത്യം പറയാലോ, ചില സമയത്ത് ഞങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലം നന്നായിട്ട് മിസ് ചെയ്യാറുണ്ട്. ഓ അത്രേ ഉള്ളൂ. അതിപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഉടനെ ഞങ്ങളുടെ ജൂനിയർ വേർഷൻ ഞങ്ങൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ആ സങ്കടം മാറ്റാമല്ലോ. ഓ എൻ്റെ ഗൗരി, ഇവന്മാർ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ പോണു. അങ്ങനെ സമാധാനമായിട്ട് കല്യാണം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചേ നമ്മുടെ കല്യാണം മുടക്കാൻ അങ്ങനെ അയാൾ വരും എന്നുള്ളത്. ഏയ് നിങ്ങളുടെ വലിയച്ഛനും ഏട്ടന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ അയാൾ നിങ്ങൾ കല്യാണം മുടക്കാൻ വരും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും ധ്രുവി നീ പെട്ടടി. അതെങ്ങനെ? നിനക്ക് ഓർമ്മയില്ലായിരുന്നോ പണ്ട് വിച്ചേട്ടൻ പറയുന്ന കാര്യം? എന്തായാലും അങ്ങനെ തന്നെ കെട്ടുകയും ചെയ്യും, അപ്പം നീ ഇട്ട് വട്ട് കളിപ്പിച്ചതിനൊക്കെ തരികയും ചെയ്യുന്നത്. അപ്പം ധ്രുവി ചേച്ചിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ചേച്ചി ഓൾ ദി ബെസ്റ്റ്. ഒന്ന് കൂടി ആളെ പഠിപ്പിക്കാതെ അങ്ങനൊന്നും ഉണ്ടാവില്ല. അതെ, ഫോട്ടോ എടുക്കാളൊക്കെ അങ്ങോട്ട് പോന്നോളൂ കേട്ടോ. വിച്ചേട്ടാ, എന്താ നിങ്ങളെ മുഖത്തൊരു കള്ളച്ചിരി? സത്യം പറ, നിങ്ങൾക്ക് എന്തോ ഒരു കള്ളത്തരില്ലേ? എന്ത് കള്ളത്തരം? ഒരു കള്ളത്തരമില്ല. ഞാൻ പഴയ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കായിരുന്നേ. ചില കണക്കുകളൊക്കെ ഒന്ന് തീർക്കാനുണ്ട്. എന്ത് കണക്ക്? അതൊക്കെ ഉണ്ട്. അല്ല അതൊക്കെ പോട്ടെ, നീ എന്തിനാ വെച്ചോട്ടാന്ന് വിളിച്ചത്? അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, അതുകൊണ്ട്. അതുകൊണ്ടല്ലേ, എന്നാൽ കണ്ടിന്യൂ ചെയ്തോ, നിർത്തണമെന്നില്ല. അല്ല, എന്ത് കണക്കാ തീർക്കാനുള്ളത്? അതൊക്കെ നിനക്ക് രാത്രി മനസ്സിലാവും. ഓക്കെ, ബൈ ബേബി. ഓ, അപ്പൊ അവര് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പണി കിട്ടും. അതെ, ഉറക്കൊക്കെ റെഡി ആയിട്ടില്ലായിരുന്നോ? നന്നായിട്ടൊക്കെ ഉറങ്ങിയില്ലായിരുന്നോ? ഉറങ്ങിയിട്ടുണ്ട്. എന്തേ? അല്ല, ഇന്ന് രാത്രി ഇനി ഉറങ്ങാനൊന്നും കഴിയില്ലല്ലോ. അല്ല, ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഡയലോഗല്ലേ. അതിനിപ്പോ എന്താ, ആരെങ്കിലും പറഞ്ഞാൽ മതി. മതി, ചോദിച്ചെന്നുള്ളൂ. എന്നാലേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. രാത്രി നമുക്ക് പൊളിക്കാം. ഓക്കെ, ബൈ ബേബി. ബേബിയോ? ഇതെന്താ ഇങ്ങനെ? മിക്കവാറും ഈ കുരുക്കിന് വെച്ച് ഞാൻ കഷ്ടപ്പെടുന്നു തോന്നുന്നു. അതേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഫസ്റ്റ് നൈറ്റ് നമുക്ക് രാവിലത്തേക്ക് മാറ്റാൻ പറ്റുമോ? അതെന്തിനാ? അല്ല, എനിക്ക് രാത്രി ഉറക്കൊഴിയാൻ വയ്യ. ഓ കൊല്ലു എന്റെ തല നിനക്ക് ഒരു ദിവസം പോലും പറ്റൂലേ? ആഗ്രഹം ഇല്ലാത്തല്ല അതേട്ടാ, കട്ടിൽ കാണാൻ അപ്പ ശവാണ്. അത് പിന്നെ നീ പ്രത്യേകം പറയണ്ട, എനിക്കറിയാലോ. ഞാനൊന്ന് ഒരുപാട് ഹാപ്പിയാണ് തരൂ. നീ എൻ്റെ ലൈഫിലേക്ക് ഒരു സുഹൃത്തായിട്ടായിരുന്നു വന്നിരുന്നത്. പിന്നെ ഞാൻ പോലും അറിയാതെ എൻ്റെ പ്രണയിനിയായി മാറി. ഇപ്പതാ എൻ്റെ ജീവൻ്റെ പാതിയും. ആഹാ, കവിത ഒക്കെ വരുന്നുണ്ടല്ലോ മാഷേ. മനസ്സ് സന്തോഷിക്കുമ്പോൾ ചിലപ്പം കവിത ഒക്കെ വരായിരിക്കും. ഉണ്ണേട്ടാ, എന്നോട് എല്ലാവരും പറയാണേ ഞാൻ ഒരുപാട് മാറണം, ഞാനിനി ഇങ്ങനെ ആയാലൊന്നും പോരാ, ഞാൻ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആവണം എന്നൊക്കെ. ഉണ്ണേട്ടന് ഞാനിനി ഇങ്ങനെ ആകുമ്പോൾ ശല്യമാവും എന്നൊക്കെ ഉള്ളത്. ശരിക്കും ഉണ്ണേട്ടന് ഞാനൊരു ശല്യമാണ്? എനിക്ക് നീ ശല്യമൊന്നുമല്ലോ ശിശു. പിന്നെ ശിശു, ഈ പ്രണയം എന്ന് പറഞ്ഞോണ്ടല്ലോ, അത് കണ്ടീഷൻ ചെയ്ത സാധനമല്ല. നീ ഇങ്ങനെ ആയാൽ, അല്ലെങ്കിൽ നീ അങ്ങനെ ആയാൽ, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെടാം എന്ന് പറയുന്നതല്ല ശിശു പ്രണയം. നീ എങ്ങനാണോ അങ്ങനെ നിന്നെ ഞാൻ സ്നേഹിക്കാൻ തയ്യാറാണെന്ന് പറയണം, അതാണ് പ്രണയം. അതുകൊണ്ട് തന്നെ നീ ആർക്ക് വേണ്ടി മാറണ്ട. നീ എങ്ങനാണോ അങ്ങനെ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റും ശിശു. മോനെ ശേഖർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? മോനെ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ പലവട്ടം ചോദിച്ചപ്പോൾ മോനൊരു ഇന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും ചോദിക്കുക, ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കുടുംബപരമായിട്ട് നിങ്ങൾക്ക് വല്ല ആചാരങ്ങളോ രീതികളോ ഉണ്ടോ? അല്ല, ഓരോ കുടുംബക്കാരന് ഓരോ പോലെ ആയിരിക്കല്ലോ. നിങ്ങൾക്കിനി ഞങ്ങളോട് പറയാൻ മടിയായിട്ടാണെങ്കിൽ അത് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്.
അല്ല അത് അച്ഛൻ എന്തിനാണ് ഇങ്ങനെ മടിക്കുന്നത്? അങ്കിള് നമ്മളോട് അങ്ങനെയും ചോദിക്കുമ്പോൾ നമ്മളത് പറയല്ലേ വേണ്ടത്? അച്ഛൻ എന്നെ മടിക്കുന്നത് അച്ഛന് നിങ്ങളോട് പറയാൻ മടിയായിട്ടാണ്. ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിലൊരു രീതിയുണ്ട്. ഈ കല്യാണം കഴിഞ്ഞാണ്ടല്ലോ 1 മാസം കഴിഞ്ഞിട്ടേ ഈ ഭാര്യാഭർത്തൃബന്ധം പാടുള്ളൂ എന്നുണ്ട്. അങ്ങനെ ഒരു ആചാരം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഇതെന്താ ആചാരം? എടാ അവന്മാര് പണി തന്നതാടാ. പണി തരുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രക്കും ഇതത് പ്രതീക്ഷിച്ചില്ല. അല്ല, എന്താ ഇതിൻ്റെ പിന്നിലെ കാരണം? അതെന്താന്ന് വെച്ചാൽ ഈ ഭാര്യാഭർത്തൃബന്ധം ദൃഢമാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ആചാരം അനുഷ്ഠിക്കുന്നത്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് തെറ്റിക്കണ്ട. എന്നാൽ പിന്നെ ഒരു 5 പേരും അതങ്ങോട്ട് നോക്കിക്കോട്ടെ. അയ്യോ, 5 പേരൊന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല, 3 പേര് മതി. ഒരേ ദിവസം ജനിച്ച ആൾക്കാരാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു 3 പേര് ചെയ്താൽ മതി. അതെ, ഇവർ 3 പേര് ചെയ്താൽ 5 പേർക്ക് തന്നെ വല്ലതും കിട്ടുകയും ചെയ്യും. ആണോ? എന്നാൽ പിന്നെ ഹരി, നമ്മളായിട്ടത് തെറ്റിക്കണ്ട. അവരുടെ കുടുംബത്തിന് ഓരോ രീതികളല്ലേ. എന്നാൽ പിന്നെ അതങ്ങനെ ആയിക്കോട്ടെ. അയ്യോ, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. അവിടെ മുണ്ടാണ്ട് നിന്നാൽ മതിയോ? നിനക്കൊക്കെ കമ്പനി തന്നതാ. അപ്പം കണ്ടോ, എനിക്കും കൂടി പണി കിട്ടി. ഏയ് അങ്ങനൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതെന്ന് തോന്നുന്നത്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം ഞങ്ങൾ ചെന്നൈയിലല്ലേ വളർന്നതൊക്കെ, ഞങ്ങളിപ്പോൾ ഇതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്, നോക്കേണ്ട ആവശ്യമുണ്ട്. കുടുംബത്തിൻ്റെ കാര്യമല്ലേ. അല്ല മുത്തശ്ശി, ഇതിപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ ആചാരങ്ങളും രീതികളും അല്ലേ, അതിപ്പോൾ ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നീ അവർ പറഞ്ഞത് കേട്ടില്ല മോളെ? ഒരു ദിവസം ജനിച്ച ആൾക്കാരത് ചെയ്യേണ്ടതെന്നുള്ളതെന്ന്. അങ്ങനെ നോക്കുമ്പോൾ അതിത് ചെയ്യണം. നിനക്കറിയുന്നതന്നല്ലേ അതിൻ്റെയും അവരുടെയും ബർത്ത്ഡേ ഒരു ദിവസം തന്നെയാണെന്നുള്ളത്. ആണോ? അതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അവരൊരു ദിവസമാണ് ജനിച്ചത്. അതെ, അതിന് രാവിലെയും ഇവന്മാർ രണ്ടാളും രാത്രിയായിരുന്നു. അങ്ങനെ മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമേ ഇവരുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എന്നാൽ പിന്നെ അവരും കൂടെ അങ്ങോട്ട് അന്വേഷിച്ചോട്ടെ. അല്ല, ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഇവിടെ. എന്താ മക്കളെ? അല്ല മുത്തശ്ശി, അവരിന് ഇതിൽ വല്ല വീഴ്ചകളും വരുത്തുകയാണെന്നുണ്ടെങ്കിലേ അതിന് പ്രായശ്ചിത്തം എന്നോണം ഈ 1 മാസം എന്നുള്ളത് പിന്നീട് 3 മാസമായിട്ട് മാറും. അടിപൊളി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അവന്മാർ പണി തരുമ്പോൾ നല്ല ഉഗ്രം പണി എന്നാ തരാന്നുള്ളത്. സമയവും സന്ദർഭവും നോക്കി നിന്നതായിരുന്നു മക്കളെ. കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടിയല്ലോ അവന്മാരുടെ പണി. ഇല്ല മക്കളെ, അങ്ങനെ ഒരു വീഴ്ചയും സംഭവിക്കില്ല. ആ ഉറപ്പ് ഞങ്ങൾ തരാം. ഇവിടുന്ന് ഞങ്ങൾ നോക്കിക്കോളും അവരെ കാര്യം. പിന്നെ തിരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോയാലും ആമയും ഗൗരിയും ഉണ്ടല്ലോ, അവരെല്ലാ കാര്യവും ഭംഗിയായി നോക്കിക്കോളും. അപ്പം ഇനിയിപ്പോൾ 2 റൂം ഡെക്കറേറ്റ് ചെയ്താൽ പോരെ? അല്ല, ഇഷുവിൻ്റെയും തരുവിൻ്റെയും റൂം ഏതാ വെച്ചാലേ ഞങ്ങൾ അത് പോയിട്ട് ഡെക്കറേറ്റ് ചെയ്തോളാം. ഇവന്മാർക്ക് ഇനിയിപ്പോൾ ഏതായാലും റൂമിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇവിടെ എവിടെയും ചുരുണ്ടുകൂടി കിടന്നോളൂ. മാനോങ്കളെ, സോറി മക്കളെ, ഞങ്ങളൊരു സത്യം പറഞ്ഞതാണ്. സത്യത്തിൻ്റെ മുഖം വികൃത നൽകാൻ ഞങ്ങളോട് മറന്നുപോയി. എടാ ഉണ്ണി, എന്നാവാ നമുക്ക് പോവാം. അവരെത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ റൂമിലേക്ക് എത്തണ്ടേ? ശരിയാണ്. അവരധികം വെയിറ്റ് ചെയ്ത് വെച്ച് നിർത്താൻ പാടില്ലല്ലോ, അതും പ്രത്യേകിച്ച് ഇന്ന്. അല്ല, നിങ്ങൾ 3 പോകുന്നില്ലേ? സോറി, നിങ്ങളെ കാര്യം ഞങ്ങളങ്ങോട്ട് മറന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ പോട്ടെ. ഗുഡ് നൈറ്റ്. കൊരങ്ങന്മാർ നോക്കിയോടാ, നിൻ്റെയൊക്കെ പറഞ്ഞൊരു കൊളാവിടെ. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല. മതിയടാ, അവന്മാരോട് സംസാരിച്ച് നിൽക്കാതെ നമുക്ക് പോയി കിടക്കാം. തെണ്ടികൾ. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. വാ, എന്ത് നല്ല പാട്ടാണത്. ചിലരുടെയൊക്കെ സന്ദർഭത്തിന് അനുയോജിച്ച വരികൾ. എന്തൊരു അർത്ഥവത്തായ വരികളല്ലടാ. സത്യം, എന്തോ എനിക്കിന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട്. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ചുറിഞ്ഞ കയറി വരുന്നുണ്ട് കേട്ടോ. അല്ല, നിങ്ങൾ 3 കിടക്കുന്നില്ലേ? നിന്നെപ്പം ഞങ്ങൾ കിടത്തുന്നുണ്ടോടാ. പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇനിയിപ്പോൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പം മനസ്സിലായോ ഞങ്ങളോട് കളിച്ച ഇങ്ങനെ ഇരിക്കുന്നുള്ളത്. തൻ്റെ കല്യാണം കഴിയല്ലോ, അപ്പം തനിക്കിത് തരുന്നുണ്ട്. മോളെ ആമി, ധ്രുവിയും പല്ലും തനുമൊക്കെ ഇവിടെ. അമ്മ അവർ കിടന്നു. അവരെവിടെയാണ് കിടന്നത്? അവർ മുകളിലുള്ള റൂമിൽ കിടന്നു. അതിന് മുകളിൽ നമ്മൾ തരുവിനും ഇഷുവിനും കൊടുത്തതല്ലേ? അതല്ല, നമ്മൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് അവർ നിന്ന റൂമില്ലേ, അവരാ റൂമിൽ കിടന്നത്. അതാകുമ്പോൾ അത്യാവശ്യം വലിയ റൂമാണല്ലോ. എടാ, നിങ്ങൾ അവർ പറഞ്ഞത് കേട്ടോ? കേട്ടു. എടാ, ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണോ നിങ്ങളും ചിന്തിക്കുന്നത്? ഓഫ് കോഴ്സ്, ഞാനത് ആദ്യമേ ചിന്തിച്ചതായിരുന്നു. പിന്നെ ഇവരെ കുറഞ്ഞിട്ട് നിങ്ങളോട് പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. എടാ വിച്ച, ആയോ, എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്ന ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. വാ. എടാ, എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അഥവാ പിടിച്ചാൽ സീനാവൂലേ? എൻ്റെ പൊന്നായോ, ആരെ പിടിക്കാനാണ്?
എല്ലാവരും ഇത്രയും ദിവസത്തെ ക്ഷീണത്തിൽ കിടന്നുറങ്ങായിരിക്കും. നമ്മൾ ഇവിടെ വെച്ച് അമുട്ട് പൊട്ടിച്ചവരാരും അറിയില്ല. പിന്നല്ലേ നീ ഇങ്ങോട്ട് വാടാ. എടാ എന്നാലും ഇത് വേണോടാ. എടാ പിടിച്ച് കഴിഞ്ഞാണ്ടല്ലോ പ്രായശ്ചിത്തം കൊണ്ട് 3 മാസം ഉണ്ടോ. അതിനേക്കാൾ നല്ല 1 മാസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നല്ലേ. എൻ്റെ പൊന്ന് ആയുധമൊന്നും ആരും പിടിക്കാൻ പോലും. നീ ഒന്നും കൂട്ട് വാ. എടാ ഇവനെ കൊണ്ട് ഇത് എന്താടാ നീ കുറേ നേരം തുടങ്ങിയിട്ട്. എടാ അതല്ല, നമ്മളെങ്ങാനും ഇരുട്ടത്തെ ആൾക്കാരെങ്ങാനും മാറി കയറി പിടിച്ചാൽ ഫുള്ള് സീനാവും കേട്ടോ. അതാവാൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ. അതിനെന്താ ലേറ്റ് ഇട്ടാ പോയി. അതിന് ലേറ്റ് എവിടെ ഉള്ളത്? അത് തപ്പ്, അതിവിടെ എവിടെയും കാണും. മക്കളെ ലേറ്റ് തിരഞ്ഞ് കഷ്ടപ്പെടണ്ട, അതാ ഡോറിൻ്റെ പിറകിലുണ്ട്. താങ്ക് യു അമ്മൂസേ. അയ്യോ അമ്മൂസ്